وقال إنني من المسلمين. അള്ളാഹുവിലേക്ക് ക്ഷണിക്കുന്നതായ വ്യക്തികളെക്കാൾ ഏറ്റവും മഹനീയമാകും ശബ്ദമേതാണ്? അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ഹയ്യ അലസ് സ്വലാഹ്, ഹയ്യ അലൽ ഫലാഹ്. വിജയത്തിലേക്ക് വരൂ, നമസ്കരിക്കാൻ വരൂ. ഈ മനോഹരമാകുന്ന വാക്കിനേക്കാൾ ഏറ്റവും മഹനീയമായ വാക്ക് ഏതാണ്? അല്ലാഹു ചോദിക്കാൻ, വമൻ അഹ്സനു ഖൗലൻ മിമ്മൻ ദഅ ഇലല്ലാഹ്. അല്ലാഹുവിലേക്ക് ക്ഷണിക്കുന്നതാകുന്ന ഒരു വ്യക്തിയേക്കാൾ വലിയ മനുഷ്യനാരാണെങ്കിലും അയാൾ ക്ഷണിച്ച വാക്കിനേക്കാൾ ഉത്തമമായ വാക്കേതാണെങ്കിലും. എന്നിട്ട് അത് കേൾക്കിട്ട് പിന്നെ എങ്ങനെ നിങ്ങൾക്ക് വീട്ടിൽ അടങ്ങി ഒതുങ്ങിയിരിക്കാൻ പറ്റുന്നു? വേഗം തന്നെ വാ. തങ്ങൾ പറയുകയാണ്, പരിശുദ്ധമാകുന്ന നമസ്കാരത്തെ പിന്തിച്ചുകൊണ്ട് വീടിനുള്ളിൽ ഇരിക്കുന്നതാകുന്ന ആളുകളില്ലേ, ജുമഅയ്ക്കും ജമാഅത്തിനും വരാതിരിക്കുന്നവരില്ലേ, അവരുടെ വീട്ടിലേക്ക് ചെന്നുകൊണ്ട് അവരുടെ വീടുകളെ പരിപൂർണമായി കരിച്ചു കളയാൻ ഞാൻ ആവശ്യപ്പെടുന്നു, ഞാൻ ആഗ്രഹിച്ചു പോകുന്നു സഹാബ എന്ന് നബിയുനാ റസൂലുള്ളാഹി. ജമാഅത്തിന് വരാത്തവരുടെ വീട്ടിൽ പോയി അവരുടെ വീട് ഒന്നായിട്ട് കരിച്ചു കളയാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ. അങ്ങനെ ചെയ്തിട്ടില്ല, ആഗ്രഹം പറയാം. കാരണം പള്ളിയൊക്കെ അടുത്തുണ്ടായിട്ട് ഇത്രയേറെ സൗകര്യങ്ങൾ ഉണ്ടായിട്ട് പള്ളിയിൽ വരാതെ പിന്നെ എന്ത് പ്രവർത്തനം? ഈ ദുനിയാവിൽ ആരൊക്കെ എന്തൊക്കെ നന്മ ചെയ്താലും അള്ളാഹുവിന്റെ പള്ളിയിൽ നിന്ന് ബാങ്ക് മുഴങ്ങുമ്പോൾ നിസ്കരിക്കുന്നില്ലെങ്കിൽ പിന്നെ എന്താണ് നിന്റെ ഈ പ്രവർത്തനങ്ങൾ കൊണ്ട് കിട്ടുന്ന നേട്ടം? എന്ത് ചെയ്തിട്ടും കാര്യമില്ല. ബാങ്ക് വിളിക്കുമ്പോൾ ഒരു വക്കത്തിൽ പള്ളിയിൽ വരണം. ഇല്ലെങ്കിൽ നാട്ടിൽ എന്ത് നന്മയാർന്ന പ്രവർത്തനങ്ങൾ നടത്തിയാലും, ഏത് കമ്മിറ്റിക്കാരനായിരുന്നാലും, എന്ത് ചാരിറ്റി നടത്തിയാലും നിസ്കരിക്കുന്നില്ലേ, നിന്റെ പ്രവർത്തനങ്ങൾ മുഴുവനും വൃഥാവില. ഒരു വക്കത്തിൽ